നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈസിസിലാണുള്ളത്. ഈ പ്രസ്താവന നടത്തുമ്പോൾ പലർക്കും അതത്ര ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ക്രിക്കിൻഫോ, ESPN ക്രിക്കിൻഫോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ലേഖനത്തിൽ കൃത്യമായി പ്രയോഗിച്ച ഒരു വാചകമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് the ICC has been plunged into one of the gravest crises in its history. ഫെബ്രുവരി 15 ഇന്ത്യക്കെതിരെയുള്ള മത്സരം പാകിസ്ഥാൻ കളിക്കില്ല എന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ് അവരുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെയൊക്കെ പുറത്തു വിട്ടല്ലോ. അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. അതാണിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായി നിൽക്കുന്നത്. ഷഹബാസ് ഷെരീഫിൻ്റെ വാക്കുകൾ. അയാൾ പറഞ്ഞത്, ഞങ്ങൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് T20 വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഇന്ത്യക്കെതിരെയുള്ള മത്സരം ഞങ്ങൾ കളിക്കില്ല. കാരണം സ്പോർട്സിൽ പൊളിറ്റിക്സ് പാടില്ല. അതിനു വേണ്ടിയിട്ടാണ്. സ്പോർട്സിൽ പൊളിറ്റിക്സ് മാറ്റി നിർത്തണം. ഞങ്ങൾ വളരെ കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്റ്റാൻഡ് എടുത്തത്. ഞങ്ങൾ പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിനൊപ്പം നിൽക്കുന്നു. ഐ തിങ്ക് ദിസ് ഈസ് എ വെരി അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ മേലെയാണ് വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ICC എന്ത് തീരുമാനമെടുക്കും? പാകിസ്ഥാന് വലിയ രൂപത്തിലുള്ള പണിഷ്മെൻറ്റ് ICC ഇതാ കൊടുക്കാൻ പോകുന്നു. ബ്രോഡ്കാസ്റ്റേഴ്സ് പാകിസ്ഥാനെതിരെ കേസ് കൊടുക്കും. കോടതിയിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ കൊണ്ടുപോകും. അതുപോലെ തന്നെ PSLനുള്ള NOC മറ്റു ബോർഡുകളൊക്കെ പിൻവലിക്കാൻ പോവുകയാണ്. അപ്പോൾ താരങ്ങളെ കിട്ടാതെ PSL പൂട്ടുന്നൊരവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ അവിടുത്തെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ മറ്റൊരു വേർഷനായിട്ട്, വൈറ്റ് ബോൾ വേർഷനായിട്ട് മാത്രം PSL ഇതാ മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ട് മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ ഇങ്ങനെ പടച്ചു വിടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്താണ് ICC പറയുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്തായാലും ഉറ്റുനോക്കുന്നത്. അതിനിപ്പോഴും വ്യക്തതയില്ലാത്തൊരു കാര്യം, PCB ഞങ്ങൾ ഈ കളി കളിക്കില്ല എന്ന് ICCയെ ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ICC എന്ത് തരത്തിലുള്ള നടപടി തിരിച്ചെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മോർ ഡ്രാമ, ഒരു വേൾഡ് കപ്പിന് മുമ്പ് പൊളിറ്റിക്കൽ ഡ്രാമ അതിൻ്റെ പീക്കിൽ നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെയാകുമ്പോഴും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഈ വേൾഡ് കപ്പ് സാധ്യതകൾ എന്തൊക്കെയാണ്? ടീം എങ്ങനെയാണ്? ഇന്ത്യയുടെ ഗ്രൂപ്പിലാണ്. ഇന്ത്യക്കെതിരെ അവർ കളിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അവരുടെ ആദ്യ മത്സരം ഫെബ്രുവരി 7 കൊളംബോയിൽ നെതർലൻഡ്സുമായിട്ടാണ്. രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി 10 കൊളംബോയിൽ USA-ക്കെതിരെയാണ്. മൂന്നാമത്തെ മത്സരം ഫെബ്രുവരി 18 കൊളംബോയിൽ നമീബിയക്കെതിരെയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ഫെബ്രുവരി 15 മത്സരം അവർ കളിക്കില്ല എന്നാണ് അവരുടെ തീരുമാനം. എന്ന് പറയുമ്പോൾ ഓൾറെഡി 2 പോയിൻ്റ് കുറഞ്ഞ് ഇന്ത്യക്ക് 2 പോയിൻ്റ് കളി തുടങ്ങും മുമ്പ് കിട്ടി. അങ്ങനെ ആ കളി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന പാകിസ്ഥാന് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ എതിരാളികളെ വെച്ച്, അതായത് നെതർലൻഡ്സ്, USA, നമീബിയ, ഈ ടീമുകളെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയേണ്ടതാണ്. അവരുടെ നിലവിലെ ടീമിൻ്റെ ശക്തിയൊക്കെ വെച്ച് അവർക്ക് കഴിയേണ്ടതാണ്. അവർക്ക് സൂപ്പർ 8ലേക്ക് എത്താൻ പറ്റും. ഒരർത്ഥത്തിൽ ഇത് ഇൻകോൺസിക്വൻഷ്യലായിട്ടുള്ളൊരു മാച്ചാണ്. ഓൾറെഡി ഫിക്സ്ഡ് ആണല്ലോ എങ്ങനെയായിരിക്കും സൂപ്പർ 8 എന്നുള്ള. ഗ്രൂപ്പിൽ ഒന്നാമതെത്തി രണ്ടാമതെത്തി നോക്കിയിട്ടല്ലല്ലോ സൂപ്പർ 8ൻ്റെ ഗ്രൂപ്പ് ഘടന തീരുമാനിച്ചില്ല. അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൺ പേപ്പർ പാകിസ്ഥാൻ ഈ മിന്നോസിനെ പരാജയപ്പെടുത്താനുള്ള കെൽപ്പുള്ള ടീമാണ്. പക്ഷേ ഫെബ്രുവരി 10 USA-ക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഓർമ്മകൾ എന്തായാലും പാകിസ്ഥാനെ അലട്ടും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പ്രൈഡ് വീണ്ടെടുക്കുക, ആ ഒരു റെപ്യൂട്ടേഷൻ വീണ്ടെടുക്കുക എന്നതുകൂടി ഈ കളികളിൽ അതുകൊണ്ട് തന്നെ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കുക, സാധാരണഗതിയിൽ അവർ ICC ടൂർണമെൻറ്റുകളിൽ മികച്ച പ്രകടനം നടത്താറുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 ICC ടൂർണമെൻറ്റുകളിൽ അവർ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറയുമ്പോഴും കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആ പുറത്താവൽ, USA-യോടൊക്കെ തോറ്റു പുറത്താവൽ, അതവർക്ക് വലിയ നാണക്കേടുണ്ടാക്കിയതാണ്. എന്നാൽ അതിനു മുമ്പുള്ള 2 T20 വേൾഡ് കപ്പുകളിലോ
പാകിസ്ഥാന് ഫൈനലിലും സെമി ഫൈനലിലും ഒക്കെ എത്തിയിട്ടുമുണ്ട്. അതും പറഞ്ഞിരിക്കാനും പറ്റില്ല, കാരണം അതിനുശേഷം ഗെയിമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അൾട്രാ അഗ്രസീവായിട്ടുള്ള കളിയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ ഇപ്പോഴും ഈ മോഡേൺ ഗെയിമിനോട് അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണല്ലോ ബാബർ അസമിൻ്റെ ടീമിലെ ഇൻവോൾവ്മെൻറ്റ് നോക്കുക. BBLലൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു പ്രകടനം ലാസ്റ്റ് മന്തിൽ നടത്തിയിട്ട് വീണ്ടും അദ്ദേഹത്തെ അവരുടെ T20I വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തണമെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോഴും മറ്റ് ടീമുകൾ പോകുന്ന പോക്കിനോടൊപ്പം പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ അവർക്ക് ഈ വേൾഡ് കപ്പിനുള്ള ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഗെയിമുകളൊക്കെ ശ്രീലങ്കയിലാണ്, കൊളംബോയിലും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഈ ട്രാവൽ ഫാറ്റിഗ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർ കഴിഞ്ഞ മാസം 3 T20I മത്സരങ്ങൾ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീലങ്കയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അക്ലമാറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ കൊളംബോയിൽ അത്രയധികം മഴ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ പോലും ഇപ്പോൾ ഒരു മഴയൊക്കെ വന്നിട്ട് മാച്ച് അബാൻഡൻഡ് ആവുകയോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഈ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. സൂപ്പർ 8ലേക്കുള്ള ക്വാളിഫിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ സംഗതി ഈ ഒരു ബഹിഷ്കരണം തീർച്ചയായിട്ടും പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തുന്ന പോലെയാണ്. എല്ലാ കളികളും വിജയിച്ച് പോയെങ്കിൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റൂ. അതല്ല ഇങ്ങനെ വാഷ്ഡ് ഔട്ട് ആവുന്ന മാച്ചസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ടീമിൻ്റെ റീസെൻറ്റ് ഫോം എന്താണ്? ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 9 മാസക്കാലത്തിനിടയ്ക്ക് ഏറ്റവും അധികം T20I മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ടീമാണ് പാകിസ്ഥാൻ. എന്ന് പറഞ്ഞാൽ 34 മത്സരങ്ങൾ അവർ കളിച്ചു കഴിഞ്ഞ 9 മാസത്തിനിടയ്ക്ക്. അതിൽ 24 അവർ വിജയിക്കുകയും ചെയ്തു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ഒക്കെ അവർ പരമ്പര ജയിച്ചു എന്ന് മാത്രമല്ല ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലും എത്തിയിരുന്നു. ഏഷ്യ കപ്പിനെ കുറിച്ച് നമ്മളിനി വീണ്ടും പറയുന്നല്ലോ, നമുക്കറിയാലോ. നമ്മൾ 3 തവണ അവരെ ഏറ്റുമുട്ടി, 3 തവണ അവരെ തോൽപ്പിച്ച് പിന്നെ അവരുടെ നെക്കിവി കപ്പും കൊണ്ടുപോയ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഏതായാലും അവർ ഫൈനലെത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണത് നമ്മളെടുത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സീരീസിന് വന്ന ടീമുകളുടെയൊക്കെ ക്വാളിറ്റിയിൽ സംശയമുണ്ട്. ഡ്യൂബിയസ് ക്വാളിറ്റി, ചില പ്രധാന താരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് പലപ്പോഴും വന്നത്. ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ടൊന്നുമല്ല ഈ ഏഷ്യൻ രാജ്യത്തേക്ക് കളിക്കാനായിട്ട് പലപ്പോഴും മറ്റു ടീമുകൾ വന്നത് എന്നുള്ളതും ഒരു കാര്യമാണ്. ഏതായാലും പാകിസ്ഥാൻ്റെ തുറുപ്പ് ചീട്ട് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അബ്രാർ അഹമ്മദ് തന്നെയായിരിക്കും. ആര്? അതെ, അദ്ദേഹം തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കാണിച്ച് കളിയാക്കാറൊക്കെ ഉണ്ടെങ്കിലും കളിക്കളത്തിലെ ആളിപ്പോൾ മിന്നും ഫോമിലാണ്. അതിപ്പോൾ കഴിഞ്ഞ ICC കഴിഞ്ഞ ഏഷ്യ കപ്പ് എടുത്ത് നോക്കിയാൽ പോലും അദ്ദേഹത്തിൻ്റെ ഇക്കണോമി ഏറ്റവും മികച്ചതായിരുന്നു. 5.36 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുൽദീപിൻ്റെ 6.27 ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഈ സീരീസിലൊക്കെ ഉണ്ടല്ലോ ടോപ്പ് ക്ലാസ് ബൗളിംഗാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അബ്രാറിൽ തന്നെയാണ് അവർക്ക് ഒരു വലിയ പ്രതീക്ഷയുള്ളത്. പിന്നെ ഒരു കാര്യം, ഫക്കർ സമൻ പരിക്കൊക്കെ മാറി വീണ്ടും സ്ക്വാഡിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ബെസ്റ്റ് 11 നമ്മൾ നോക്കുകയാണെങ്കിൽ സൈം അയ്യൂബ്, ഷൈബ്സാദ ഫർഹാൻ, സൽമാൻ അലി ആഗ, ഫക്കർ സമൻ, ഉസ്മാൻ ഖാൻ, ഷദബ് ഖാൻ, മുഹമ്മദ് നവാസ്, ഷഹീൻ അഫ്രീദി, അബ്രാർ അഹമ്മദ്, പിന്നെ സൽമാൻ മിർസ, നസീം ഷാ എന്നിവർ അവരുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബാക്കി സ്ക്വാഡിലുള്ളവർ ബാബർ അസം, ഉസ്മാൻ താരിഖ്, ഫഹീം അഷ്റഫ്, ഖ്വാജ നഫായി എന്നിവരാണ്. എന്തായാലും ബാബർ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹം അത്ര മികച്ചൊരു ഫോമിലൊന്നും അല്ല ഇപ്പോൾ T20I കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ ടീമിനെ കുറിച്ച് പറയാനുള്ളത്. അവർക്ക് ടാലൻ്റ് ഉണ്ട്, സാധ്യതകളുമുണ്ട്. പക്ഷേ ഇന്ത്യക്കെതിരെ മാച്ച് ഫോർഫിറ്റ് ചെയ്യുന്നതോടുകൂടി സ്വയം അവർ മുൾമുനയിലേക്ക് വീഴുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.